വാക്യങ്ങളാണ്. 7-ാം വാക്യം ഒരു ചോദ്യമാണ്. അതിങ്ങനെയാണ്: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഒരു ചോദ്യമാണ്. ദൈവത്തോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർ, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. എന്നാൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ കാര്യത്തിൽ അവർക്ക് പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുകയില്ലയോ? എത്രത്തോളം ദൈവം ആ വിഷയത്തിനകത്ത് മൗനമായോ, അല്ലെങ്കിൽ ആമേൻ ദീർഘക്ഷമയുള്ള ദൈവം ആമേൻ എത്രത്തോളം വെയിറ്റ് ചെയ്യും? അവരെ പ്രതിക്രിയ നടത്തി അവർക്ക് വേണ്ട നീക്കുപോക്ക് നൽകി അവരെ രക്ഷിക്കുകയില്ലയോ? ഈ ഒരു ചോദ്യത്തിൻ്റെ യാഥാർത്ഥ്യമായ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് മറ്റൊരു വാക്യവും കൂടെ ഞാൻ പഠിച്ചപ്പോഴാണ്. അതായത് ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് ഒരു വിഷയം ഉണ്ടായി. അതവരുടെ എനി മാറ്ററാകട്ടെ, അവരുടെ ആത്മീക മേഖലയാകട്ടെ, ശുശ്രൂഷാപരമായിട്ടുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളോ ഭാരങ്ങളോ ആകട്ടെ, അല്ല കുടുംബപരമായിട്ടുള്ള ഇഹലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ ഭൗതിക വിഷയങ്ങൾക്കകത്തുള്ള ഭാരമോ പ്രതിസന്ധികളോ മുന്നേറാനൊക്കെയുള്ള ആമേൻ ഓരോ ആവശ്യങ്ങളുടെ മുഖത്ത് ആയിരിക്കട്ടെ, ഏതുമാകട്ടെ. അപ്പോൾ അവിടെ ദൈവം അവർക്ക് പ്രതിക്രിയ നടത്തി എന്ന് വെച്ചാൽ ഒരു നീക്കുപോക്ക് നൽകി, വേണ്ട ഒരു വഴികൾ ഒക്കെ തുറന്ന്, ഒരു വാതിൽ തുറന്ന്, വേണ്ട സഹായ ഹസ്തങ്ങളെ ഒരുക്കി. ദൈവം അവർ ഭാരപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നീതി നടത്തപ്പെടേണ്ട വിഷയത്തിനകത്താണെങ്കിൽ നീതിമാനായ ദൈവം, ആമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന മന്ത്രി, ആലോചനയിൽ വലിയവൻ, ദാവീദിൻ്റെ താക്കോൽ, യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ താക്കോൽ, കയ്യിലുള്ളവൻ, ആരും തുറന്നാൽ അടയ്ക്കാത്ത, ആരും അവൻ അടച്ചാൽ തുറക്കാൻ ആർക്കും കഴിയാത്ത വിധം വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാൻ കഴിവുള്ള ഈ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരു പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുകയില്ലയോ എന്നുള്ള ചോദ്യമാണ്. സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ആമേൻ ആണ് എഴുതിയിരിക്കുന്നത്: നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കുകയില്ലെന്നാണ്. 125-ാം സങ്കീർത്തനം 3-ാം വാക്യമാണത്. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ ദൈവത്തിൻ്റെ ഭക്തന്മാർ രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന ചോദ്യം. അപ്പം അനേകർക്ക് ഒരു വിടുതലിൻ്റെ അവസ്ഥ, ഒരു ദൈവ പ്രവൃത്തി പ്രതിക്രിയ നടത്തി രക്ഷിക്കാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടുവാൻ ഒരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ട് എന്ന് ഉള്ളതുകൊണ്ടാകാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു: നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടൻ്റെ ചെങ്കോൽ അവരുടെ അവകാശത്തിന്മേൽ ഇരിക്കത്തില്ല. എൻ്റെ ദൈവം അവർക്ക് വേണ്ടി നീതി നടത്തും, അവർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തും എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിൻ്റെ മറുപടിയായി 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ചില വിഷയങ്ങളുടെ മുഖത്തൊരു ദൈവിക നീക്കുപോക്കിനായി,
ഒരു ദൈവിക മറുപടിക്കായി, ഒരു ദൈവിക സഹായത്തിനായി. അപ്പാ, എൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്മേൽ, എൻ്റെ തലമുറയുടെ മേൽ ഇരിക്കാൻ പാടില്ല. ആമേ, അതിനകത്ത് ദൈവമേ നീ പ്രവർത്തിക്കണമേ. ആമേ, നീതിമാനായ ദൈവമേ നിൻ്റെ കരം എനിക്ക് വേണ്ടി നീട്ടണമേ. എൻ്റെ വിഷയത്തിനകത്തൊരു പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ആമേൻ നീ വേഗത്തിൽ നീ പ്രതിക്രിയ നടത്തണമേ, ഒരത്ഭുതം ചെയ്യണമേ എന്ന് കരയുന്ന മാതാവേ, എന്ന് ഉള്ളം നുറുങ്ങി ഭാരപ്പെടുന്ന പിതാവേ, സഹോദര, നിന്റെ ജീവിതത്തിൽ ഇതാ വേഗത്തിൽ പെട്ടെന്ന് അതായത് ഏലിയാവ് ചുരച്ചെടിയുടെ കീഴിൽ തളർന്ന് മരിക്കുവാനായി ഇച്ഛിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്നെന്നാണ്. പെട്ടെന്ന് സാഹചര്യങ്ങൾ ചേഞ്ച് ആകുകയാണ്. പെട്ടെന്ന് പ്രതിക്രിയ നടത്തി രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം വിഷയത്തിൽ ഇടപെട്ടു. ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ഇന്ന് പകൽ വിശ്വസിക്കുക, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കാൻ ദൈവം ചില ദുഷ്ടൻ്റെ ചെങ്കോലുകളെ ഒടിച്ച് നിനക്ക് നീതി നടത്തിത്തരും. വേഗത്തിലൊരു പ്രതിക്രിയ നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, ശുശ്രൂഷ മേഖലകളിൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഇടപെടുന്നു. നീ ക്ഷീണിച്ചു പോകണ്ട, നീ ധൈര്യഹീനനായി തീരണ്ട, നീ പ്രത്യാശ നഷ്ടപ്പെട്ടവനെ പോലെ ആകണ്ട. എൻ്റെ ദൈവം പ്രവർത്തിപ്പാൻ ഒരു സെക്കൻഡ് എൻ്റെ ദൈവത്തിന് മതി. ക്ഷണത്തിലാണ് എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത്. ഭാരത്തോടെ വെയിറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനം വീണ്ടും നിങ്ങളോട് ആവർത്തിക്കുന്നു. സ്തോത്രം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഉത്തരം വേഗത്തിൽ. എൻ്റെ കൂടെ ചേർന്നൊന്ന് പറയാമോ? വേഗത്തിൽ ചിലത് നിനക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നു. വേഗത്തിൽ ചിലത് നിന്റെ കുടുംബത്തിന് വേണ്ടി, വേഗത്തിൽ ചിലത് നിന്റെ തലമുറകൾക്ക് വേണ്ടി, വേഗത്തിൽ ചിലത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾക്ക് വേണ്ടി, വേഗത്തിൽ ചിലത് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ ചില നീക്കുപോക്കുകൾ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വിഷയത്തിനകത്ത് എൻ്റെ ദൈവം നൽകിത്തരാൻ പോകുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങയുടെ മക്കളും ഞങ്ങളങ്ങയുടെ ശുശ്രൂഷക്കാരും അങ്ങ് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും പദവികൾക്കുമായി സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ പാദത്തിലായിരിക്കുമ്പോൾ നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവമേ, നിൻ്റെ മക്കൾ അവർക്ക് വേണ്ടുന്ന പ്രതിക്രിയ ഇന്ന് എന്ന ദിനത്തിൽ സ്വർഗം ചെയ്തു നൽകി അവരെ ആശ്വസിപ്പിക്കുകയും മുന്നേറാനുള്ള കരുത്തും ബലവും നൽകി അവരെ കൈക്ക് പിടിച്ച് മുൻപോട്ടുള്ള പാതകൾ തുറന്ന് നയിക്കുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം. വേഗത്തിൽ ചില പ്രതിക്രിയകൾ വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചതിനാൽ, അങ്ങനെ ചെയ്തതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.